LS Mega Bible Quiz 2026 എപ്പിസോഡ് 137 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 67 മുതൽ 70 വരെ 1 കൊരിന്ത്യർ 4 അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ശരി ഉത്തരം എന്താന്നുള്ളത് റിവീൽ ചെയ്യാണ്, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദൈവത്തിന്റെ മറ്റൊരു നാമം എന്ത്? ഈ പേര് പാഠഭാഗത്ത് എത്ര പ്രാവശ്യമുണ്ട്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം യാഹ് 2 പ്രാവശ്യം. സങ്കീർത്തനങ്ങൾ 68-ന്റെ 4-18 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിനാഗിരി അല്ലെങ്കിൽ വിനിഗർ എന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ചൊറുക്ക. സങ്കീർത്തനങ്ങൾ 69-ന്റെ 21-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നല്ല വർത്തമാനം എത്തിക്കുന്നവർ എന്നർത്ഥമുള്ള ഒരു കൂട്ടർ ആര്? ഉത്തരം സുവാർത്ത ദൂതികൾ. സങ്കീർത്തനങ്ങൾ 67-ന്റെ 11-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അമൂല്യമായ അല്ലെങ്കിൽ ഉത്തമമായ സ്വർണം എന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പൈൻപൊന്ന്. സങ്കീർത്തനങ്ങൾ 68-ന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കലാരൂപവും നോട്ടം എന്നർത്ഥം വരുന്ന മറ്റൊരു പദവും ചേർന്ന ഒറ്റപ്പദം. ഇതായിരുന്നു ചോദ്യം. ഉത്തരം കൂത്ത് കാഴ്ച. 1 കൊരിന്ത്യർ 4-9 ഈ ഉത്തരം ഉള്ളത്. കലാരൂപം എന്നുള്ളത് കൂത്ത്, നോട്ടം എന്നുള്ളത് കാഴ്ച. ഓക്കെ, അപ്പോ ഇതൊക്കെയായിരുന്നു ശരി ഉത്തരം. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 71 മുതൽ 74 വരെ 1 കൊരിന്ത്യർ 5-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അതാണ് എല്ലാവരും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.